ഇറാൻ വാർ പൂർണ്ണമായിട്ട് തോൽക്കാൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിൽ ഈ പറയുന്ന മുഴുവനും കള്ളത്തരങ്ങൾ അടിച്ചു വിടുകയാണ് ഒരു പ്രത്യേക വിഭാഗത്തെ സുഖിപ്പിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഇത്രമാത്രം ഈ കേരളത്തിലെ മീഡിയ, ടെലിവിഷൻ ചാനലൊക്കെ അവർക്ക് ഈ പറയുന്ന ന്യൂസ് ഏജൻസികളുടെ ഒക്കെ ഫീഡുകൾ കിട്ടുന്നതാണ്. ഞാൻ ഫീഡ് പണം കൊടുത്ത് വാങ്ങുന്നത്. അപ്പം അതിനകത്ത് വരുന്നതിന് നേരെ വിപരീതമായിട്ടാണ് പല കാര്യങ്ങളും പറയുന്നത്. ഇപ്പം ആദ്യ സമയത്ത് സംഭവം കറക്റ്റാണ്. ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേലിൽ വീണു, സത്യമാണ്. ഏകദേശം 28ഓളം പേര്, ഇത് ടോട്ടൽ 10 ദിവസം ആയി കഴിയുമ്പോൾ 28ഓളം പേര് കൊല്ലപ്പെട്ടു. സ്കൂളിൽ ഉൾപ്പെടെ വീണു, ആശുപത്രിയിൽ വീണു, സത്യമാണിതൊക്കെ. പക്ഷേ ഈ ഇസ്രായേൽ കത്തുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു നോൺസെൻസ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അവിടെ ജനങ്ങൾ സാധാരണ രീതിയിലാണ്, ഇവിടെ സൈറൻ അടിക്കുമ്പോൾ ബങ്കറിൽ പോകുന്നു. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അത് മുഴുവനും വിസിബിളായിട്ട് ഇസ്രായേലുള്ള ചാനലിൽ മുഴുവനും ലൈവായിട്ട് കൊടുക്കുകയാണ്. ലൈവായിട്ട് 24 hours അവർ ഓരോ സിറ്റികളും അവരൊന്നും മറച്ചു വെക്കുന്നില്ല. പക്ഷെ ഇപ്പുറത്ത് എന്തോ സംഭവിക്കുന്നത്, ഇറാനിൽ 2 രീതിയിലുള്ള വാറുണ്ട് ചെയ്യുന്നത്. ഒന്നിൽ വാർ പൂർണ്ണമായിട്ട് പരാജയപ്പെടുന്നു, അതായത് പൊരുതാൻ പറ്റുന്നില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം വാർ അവർക്ക് പൊരുതാൻ, അതായത് ആക്രമിക്കാൻ പറ്റുന്നില്ല. ഇതേപോലെ ചില മിസൈലുകൾ വിട്ടു. അതിനെ പറ്റിയുള്ള കണക്ക് പറയാം. ടോട്ടലായിട്ട് ഏകദേശം 450 മിസൈലോളം ഇറാൻ വിട്ടു. ലോങ് റേഞ്ച്, ഹൈപ്പർസോണിക്, സൂപ്പർസോണിക് എന്നൊക്കെ പറഞ്ഞ്